ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ കാണിക്കുന്നത് ക്യാമ്പിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ പോലീസ് ട്രെയിനർ ആണെങ്കിൽ ക്യാമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, നന്ദു നോക്കി, ആ മുട്ടത്തലയും വരുന്നുണ്ട്. ഇന്നും അയാൾ നല്ല ദേഷ്യത്തിലാണെന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്യാനോ നന്ദു, നിൻ്റെ കഷ്ടപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. അയാൾ വരട്ടെ. ഈ ട്രെയിനർ ആണെങ്കിലോ ഇവർ സംസാരിക്കുന്നത് മാത്രം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. വന്ന പാടെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഒരു രഹസ്യം പറച്ചിൽ? ഞാൻ വന്നപ്പോൾ നിർത്തിയല്ലോ. അപ്പോൾ എന്നെപ്പറ്റി കാര്യമായിട്ട് എന്താ പറയാണല്ലേ? അപ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഒന്നുമില്ല സാർ. അങ്ങനെ ഒന്നുമില്ല എന്ന ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം നീ കരുതുന്നത് പോലെ ഒരു മണ്ടനല്ല ഞാൻ, കേട്ടോ. പിന്നെ ഇവളുടെ കൂടി നീ നാവ് ചലിപ്പിക്കാൻ നിന്നാലേ പിന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടുപെടും. സർ, ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. സാറ് വരുന്നുണ്ടെന്ന് നന്ദുവിനോട് പറഞ്ഞതായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? ട്രെയിനിങ് തുടങ്ങണ്ടേ? അതെ സാർ. എന്നാൽ പിന്നെ തുടങ്ങിക്കോ. നിങ്ങളൊരു 30 പുഷപ്പ് എടുക്കണം. ഒറ്റയടിക്ക് വേണ്ട, നിർത്തി ചെയ്താൽ മതി. സമയം എടുത്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ട് മുഴുവൻ ഒരു 3 തവണ ഓടണം. അപ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, 3 തവണയോ? എന്താ, നിനക്ക് പറ്റില്ലേ? സർ, 3 റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പുഷപ്പ് എടുത്ത് പാടെ 3 റൗണ്ടൊക്കെ ഓടാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ പോലീസ് ആവണ്ട, വേറെ എന്തെങ്കിലും പഠിക്കാൻ പൊക്കോ. വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. അതാവുമ്പോൾ മേലനങ്ങാതെ ജോലി ചെയ്യാം. മടി എന്ന് പറയുന്നത് പോലീസുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവർ എപ്പോഴും നീറ്റായിരിക്കണം, അതുപോലെ ബോൾഡ് ആയിരിക്കണം. അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അതുപോലെ ഇത്ര ക്രൂരന്മാരും ആവാൻ പാടില്ല. എന്താ നന്ദു, എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല സാർ. പറഞ്ഞു, നീ എന്തായിരിക്കും പറഞ്ഞതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആദ്യം 30 പുഷപ്പ്, അതിനുശേഷം നിങ്ങളൊരു 4-5 റൗണ്ട് ഓടിക്കോ. സാർ, 3 റൗണ്ടല്ലേ പറഞ്ഞത്? അതെ, സമയം എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. എന്നാൽ പിന്നെ പോയിക്കോ. അങ്ങനെ എല്ലാവരും കൂടി പുഷപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കൂട്ടത്തിൽ നന്ദുവും പോകുന്നുണ്ടേ. നന്ദു പോകുന്നത് കണ്ടപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതെ, നീ എങ്ങോട്ടാ? അല്ല സാറേ, സാറിലേ പറഞ്ഞത് പുഷപ്പ് എടുക്കാൻ ഞാൻ അവരോടല്ലേ പറഞ്ഞത്, നിന്നോടല്ലല്ലോ. നിനക്കൊക്കെ കുറച്ച് കടുകെട്ടി ട്രെയിനിങ് തരാം. സാർ, ഇവരെല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തോളാം. എനിക്ക് മാത്രം എന്താ വേറെ ട്രെയിനിങ്? പറഞ്ഞതുപോലെ ചെയ്തോളണം. അല്ലാതെ കയർത്ത് സംസാരിക്കാനാണെങ്കിലുണ്ടല്ലോ നീ പോലീസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങില്ല. സാർ, ഇങ്ങനെയൊന്നും ഒരു ട്രെയിനർ ബിഹേവ് ചെയ്യാൻ പാടില്ല. നീ എന്താടി എന്നെ പഠിപ്പിക്കുകയാണോ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദയായിരിക്കും. സോറി സാർ. എന്നാ പിന്നെ വന്നോ. എങ്ങോട്ടാ സാർ? പറയാം, നീ ആദ്യം വാ. ശരി സാർ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നടന്നങ്ങ് ഒരു റൂമിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. വാ. സാർ, ഇതെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതേ ക്യാമ്പിൻ്റെ ഭാഗം തന്നെയാണ്. അവസാന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെയായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. സാർ, ഇത് കണ്ടിട്ട് ഉപയോഗമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നത്. കണ്ടിട്ട് നിനക്കങ്ങനെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ പിന്നെ ഉപയോഗമില്ലാത്ത സ്ഥലമായിരിക്കും. സാർ പ്ലീസ്, സാർ, ഞാൻ അവരുടെ കൂടെ ട്രെയിനിങ് ചെയ്തോളാം. സാർ പറയുന്നത് എന്ത് വേണമെങ്കിലും കേൾക്കാം. പറയുന്നതൊക്കെ കേൾക്കുമെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നത്? നിനക്ക് പേടിയാണോ? എനിക്ക് പേടിയൊന്നുമില്ല സാർ. നീ 5 ആണുങ്ങളെയൊക്കെ ഒരുമിച്ച് കുത്തിമറിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ ഒടിയാൻ കാരണക്കാർ നീ തന്നെ ആയിരിക്കും അല്ലേ? സാർ, അത് ഞാനൊന്നും ചെയ്തതല്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വിട്ടു. നിനക്കിവിടെ വെച്ചാണ് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് തരുന്നത്. ഇവിടെ എന്ത് ട്രെയിനിങ് ആണ് സാർ? ട്രെയിനിങ് കൊണ്ടത് കൂട്ടിക്കോ, തുടങ്ങിക്കോ. ഞാനൊന്ന് കാണട്ടെ. ഇതും പറഞ്ഞ അയാൾ നന്ദുവിനെ കൊണ്ട് അവിടുന്ന് പുഷപ്പ് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാളാണെന്നുണ്ടെങ്കിലോ ഒരു കുപ്പിയും ഗ്ലാസ്സും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. മദ്യമാണ് കേട്ടോ അയാളുടെ കയ്യിൽ. ഇത് കണ്ടപാടെ തന്നെ നന്ദു എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ, ഇത് മദ്യമല്ലേ? സാർ, നിങ്ങളല്ലേ ഓരോ വ്യക്തിക്ക് മാതൃകയാവേണ്ടത്. നിങ്ങൾ തന്നെ ഇങ്ങനെ ലഹരിക്ക് അടിമയാവുകയാണോ? ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. പുറമേ അങ്ങനെയാണെങ്കിലും എല്ലാ പോലീസുകാരും അകത്ത് വേറൊരു രീതിയാണ്. നന്ദുവിനൊരു ഗ്ലാസ് ഒഴിക്കട്ടെ? നോ സർ, ഞാനതൊന്നും കഴിക്കില്ല. കഴിക്കില്ലെന്നോ? പോലീസുകാരുടെ പേര് പറയിപ്പിക്കരുത്. സാർ, പോലീസുകാർ മദ്യം കഴിക്കാൻ പാടില്ല. അതൊക്കെ ലഹരി വിരുദ്ധമാണ്. ആയിക്കോട്ടെ, എല്ലാവരെയും മുന്നിൽ വെച്ച് കഴിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചോ. നോ സാർ, എനിക്കൊന്നും വേണ്ട. ഞാനിതൊന്നും കഴിക്കാറില്ല. അയ്യോ, കഴിക്കാറില്ലേ? കുടിക്കടേ ഇത്. സാർ, നോ സാർ, എനിക്കിത് വേണ്ട. സാർ, ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണോ ഈ മദ്യം കുടിപ്പിക്കുന്നത്? ചോദ്യം വേണ്ട, മര്യാദയ്ക്കിത് കുടിക്ക്. നോ സാർ, ഞാൻ കുടിക്കില്ല. അപ്പോൾ നീ കുടിക്കില്ലല്ലേ? ഇല്ല സാർ. എന്നാ വേണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ 2-3 ഗ്ലാസ് ഒറ്റയടിക്കിനെ വലിച്ചു കുടിക്കുന്നുണ്ട്. എന്ത് ഇയാളുടെ ലക്ഷ്യം? ഇയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിനക്ക്. ഞാൻ ആ ഡോറേ അടച്ചിരിക്കുക. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരും കേട്ടോ. നന്ദു ആണെങ്കിൽ പിന്നിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സാർ, എന്താ ഇതൊക്കെ? സാർ, എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? നിന്നെപ്പോലെ ഒരു സുന്ദരി പെണ്ണ്, അതും ഇത്ര ബോൾഡായ ഒരു പെണ്ണെൻ്റെ മുന്നിലുണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുക?
കൺട്രോൾ ചെയ്ത് നിൽക്കുക. സാർ വേണ്ട സാർ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സാർ. എന്നിട്ട് അയാൾ നേരെ അയാളുടെ കൈ പൊക്കിയിട്ട് നന്ദുവിൻ്റെ മുഖത്ത് ഇങ്ങനെ തൊടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ നന്ദു അയാൾക്കായിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അയ്യോ എടി നീ എന്താടി ചെയ്തത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്ദു 2 അയാൾക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാളെ തറയിലേക്ക് വീഴ്ത്തിയിരുന്നിട്ട് താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? തന്നെയൊക്കെ ആരാ പോലീസുകാരനാക്കിയത്? പോലീസുകാരനാണത്രേ, നേരും നിറയില്ലാത്ത പോലീസുകാരൻ. ഇതും പറഞ്ഞ് നന്ദു അവിടെ തുപ്പിയിട്ട് അവിടുന്ന് ഡോറ് തുറന്ന് പോവുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയ പാടെ തന്നെ നന്ദു ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഈ കരച്ചിൽ കേട്ടുകൊണ്ടാണ് നന്ദുവിൻ്റെ കൂട്ടുകാരി അങ്ങോട്ട് വരുന്നത്. നന്ദു, നിന്നെ അയാൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഒന്നും പറയണ്ട, അയാൾ എന്നെ ആളില്ലാത്ത മുറിയിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അയാളെ ഉപദ്രവിച്ചൊന്നുമില്ല, അയാൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അയ്യോ, എന്നിട്ട് എന്താ ചെയ്തത്? ഞാനൊന്നും നോക്കിയില്ല, അയാൾക്കിട്ട് 2 കൊടുത്തു. അയ്യോ, ഇതെന്നാ വല്ല കേസും ആവോ നന്ദു? നിനക്കിനി പോലീസാവാൻ പറ്റില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അയാൾ എന്നെ തൊടാൻ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നു കൊടുക്കണമായിരുന്നോ? പെണ്ണിൻ്റെ മുകളിലേക്ക് അയാളുടെ കൈ ഉയർന്നിട്ടെങ്കിൽ പിന്നെ ആ കൈ വെട്ടിയെടുക്കണം. അതാ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോടാണ് അയാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ എങ്ങനെ പ്രതികരിക്കുക? ഞാനും നന്ദുവും ചെയ്ത തന്നെ ചെയ്യുള്ളൂ. നന്ദു, നീ ചെയ്തത് തന്നെയാണ് ശരി. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിൻ്റെ വീട്ടിൽ വിളിച്ചറിയിക്കുക. പ്രത്യേകിച്ച് നിൻ്റെ ചേച്ചിയില്ലേ, അവരെ വിളിച്ചാൽ എന്തെങ്കിലും നടക്കും. ഈ മൂർത്തി സാർ വലിയ മനുഷ്യനല്ലേ, അദ്ദേഹം വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കും. അതെ, അത് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ നയനയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് നന്ദു. നയനയുടെ അടുത്താണെങ്കിൽ ആദർശം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ നയന ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, നന്ദു എന്താ ഈ സമയത്ത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയന നീ ആദ്യം ആ ഫോൺ അറ്റൻഡ് ചെയ്യേ, എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാലോ. ആദർശേട്ടാ, നന്ദുവിന് ട്രെയിനിങ് ടൈം ആയത്, അവൾ ഈ സമയത്ത് വിളിക്കാറില്ല. എന്തായാലും എടുത്തു നോക്കട്ടെ. ഇതും പറഞ്ഞാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഹലോ ചേച്ചി. ആ മോളെ, നീ എന്താ ഈ സമയത്ത് വിളിച്ചേ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ ആ ട്രെയിനറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അയാൾ ആളത്ര വെടിപ്പല്ലെന്ന്. അയാൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ചേച്ചി. എന്താ നീ പറഞ്ഞത്? അതെ ചേച്ചി, എന്നെ മാത്രം അയാൾക്ക് കൂടുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതുപോലെ ഇന്ന് ആരുമില്ലാത്ത റൂമിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. അയ്യോ ആദർശേട്ടാ, എന്തു പറ്റി നയനെ? അച്ഛനോടും അമ്മയോടും വിളിച്ച് എനിക്കിത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മോള് വിഷമിക്കേണ്ട. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാനും ആദർശേട്ടനും ഇന്ന് തന്നെ അങ്ങോട്ട് വരാം. ചേച്ചി ധൃതി പിടിച്ചൊന്നും വരണ്ട, അത് പറയാൻ പറ്റില്ല. ഇതൊക്കെയല്ലേ ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നേ പറ്റൂ. മോള് ഫോൺ വെക്കുക, ഞാൻ ആദർശേട്ടനുമായിട്ട് സംസാരിക്കട്ടെ. ശരി ചേച്ചി. അങ്ങനെ അവർ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ ആദർശേട്ടാ, ആ ട്രെയിനർ അത്ര വെടിപ്പൊന്നുമല്ല. അയാളെക്കുറിച്ച് നന്ദു മുൻപ് പറഞ്ഞിരുന്നില്ലേ, അയാൾ ഇന്ന് നന്ദുവിനെ പിടിക്കാൻ ശ്രമിച്ചെന്ന്. എന്താ, നന്ദുവിനെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നോ? അതെ, അയാൾ ഒരു പോലീസല്ലേ? അതെ, ആ പോലീസുകാരൻ തന്നെ ഈ വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ നയനെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. മുത്തശ്ശനോട് പറഞ്ഞ് ട്രെയിനറെ മാറ്റാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അതെ ആദർശേട്ടാ, ഇത്രയും നാൾ തുടർന്ന് അത് നന്ദുവിൻ്റെ ജോലിക്ക് തടസ്സമാകും. അതെ, എന്ത് വേണമെന്നുള്ളത് മുത്തശ്ശനോട് ആലോചിച്ച് തീരുമാനിക്കാം. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും ഈ പോലീസുകാരനെയാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഇങ്ങനെ ഇൻസ്പെക്ടറുടെ അടുത്ത് വന്നിരിക്കുകയാണേ. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നന്ദു നിങ്ങൾ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പോലീസ് ആവണമെന്നില്ലേ? നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ടല്ലോ. നിങ്ങളെന്താ അനാവശ്യമായിട്ട് എല്ലാവരും തല്ലാൻ ഇറങ്ങിയതാണോ? സർ, എന്നോട് മോശമായിട്ട് പെരുമാറിയവരോടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അതിന് ഇയാൾ തന്നോട് മോശമായിട്ട് എന്ത് പെരുമാറിയെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇയാൾ പറഞ്ഞത്. നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതിൽ നിനക്ക് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് നീ ഇയാളെ ഇട്ട് മര്യാദയ്ക്ക് പെരുമാറി. സർ, സത്യം അതൊന്നുമല്ല, എൻ്റെ ഭാഗത്തു കൂടി സാർ കേൾക്കണം. ശരി, എങ്കിൽ പറ, എന്താ ഉണ്ടായത്? സർ, ഇയാൾ എന്നെ മാത്രം മാറ്റി നിർത്തി എനിക്ക് വേറെ ട്രെയിനിങ് തരുന്നത്. ബാക്കിയുള്ളവരെ പോലെയല്ല ഈ സാർ എനിക്ക് ട്രെയിനിങ് തരുന്നത്. എനിക്ക് വേറെ ട്രെയിനിങ്ങും അവർക്ക് വേറെ ട്രെയിനിങ്ങും. ചില ആളുകൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ചില സന്ദർഭങ്ങളിൽ അവർക്ക് വേറെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതിലെന്താ ഇത്ര അത്ഭുതം? ആയിക്കോട്ടെ സാർ, പക്ഷേ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇദ്ദേഹം എനിക്ക് ഡെയിലി തരുന്ന വർക്കൗട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സാർ പോലും തലയിൽ കൈവെക്കും. ഓഹോ, അതിന് മാത്രം താൻ എന്താടാ ഈ കുട്ടിക്ക് കൊടുക്കാറ്? അയ്യോ സാർ, ഇവളെ പച്ച കള്ളം പറയുക. ഞാൻ ഇവളെ അങ്ങനെ മാറ്റി നിർത്താറൊന്നുമില്ല. സംശയമുണ്ടെങ്കിൽ സാർ സന്ദീപിനോട് ചോദിച്ചു. അവരും ഇവരുടെ കൂടെ തന്നെയല്ലേ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സാർ സന്ദീപും ഈ സാറും കൂടി ഒറ്റക്കെട്ടാ, അതുകൊണ്ട് സന്ദീപ് ഈ സാറിൻ്റെ കൂടെ നിന്നെ സംസാരിക്കൂ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവളോട് ചോദിക്കുക. സാർ, സന്ദീപിൻ്റെ കൂടെ നിൽക്കുന്ന ആളോട് ചോദിച്ചില്ലെങ്കിൽ പിന്നെ നിൻ്റെ കൂട്ടുകാരോട് എന്തിനാണ് ചോദിക്കുന്നത്? ഇവിടെ CCTV ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ഞാനിത് ചെക്ക് ചെയ്തോളാം. ഓക്കെ സാർ, അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇത് കേട്ടപ്പോൾ ഈ ട്രെയിനർ ഒന്ന് പാത്തറി പോകുന്നുണ്ട് കേട്ടോ. സാർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സാർ, അതെന്താ ആവശ്യമില്ലാത്തത്? താൻ ഈ കുട്ടിക്ക് മാത്രം വേറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതുമാത്രമല്ല സാർ, ഇയാൾ ഇന്നലെ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു.
എന്നെ ആരുമില്ലാത്തൊരു മുറിയിലേക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി കൊണ്ടുപോയി. എന്ത് ആരുമില്ലാത്ത മുറിയിലേക്ക് കൊണ്ടുപോയെന്നോ? അതെ സർ, ആരുമില്ലാത്ത മുറിയിലേക്ക് ഇയാൾ എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് ഇയാൾ പരസ്യമായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ചിട്ട് എനിക്ക് ഇയാൾ നീട്ടി എന്നോട് കഴിക്കാൻ നിർബന്ധിച്ചു. കഴിച്ചില്ലെങ്കിൽ ഈ സാർ എന്നെ കൊണ്ട് കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്താടോ ഈ കുട്ടി പറയുന്നത്? വല്ല സത്യമുണ്ടോ സാർ? ഇവൾ പച്ച കള്ളം ഈ പറയുന്നത്. ഞാൻ എത്ര ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാ? ഇതുവരെ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ സാർ? സാർ എന്നോട് മാത്രം ഇദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ വൈരാഗ്യമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അത് വെച്ചിട്ടാണ് ഇദ്ദേഹം എന്നെ കഷ്ടപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് ഞാൻ നിൽക്കേണ്ടത്? സർ, ഡെയിലി ഞാൻ നല്ല ടയേർഡാ. ഇദ്ദേഹം എനിക്ക് ഒരുപാട് ട്രെയിനിങ് തരുന്നുണ്ട്, ദിവസേന കഷ്ടപ്പെടുത്തുക സർ. എടോ, ഈ കുട്ടി പറയുന്നതൊക്കെ ശരിയാണോ? അല്ല സർ, കള്ളം, പച്ച കള്ളം. ഇവള് പേരും കള്ളിയാ സർ. വന്നപ്പോൾ മുതൽ ഞാൻ ഇവളെ നോട്ടമിട്ട് വെച്ചതാ. ഇവൾക്ക് വേറൊരു സ്വഭാവം എല്ലാവരെയും പോലെ അല്ല. ഇവൾ വലിയ ബോൾഡാണ്. ഇവളുടെ വിചാരം അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവളെ ഞാൻ മാറ്റി നിർത്തിയത്. അങ്ങനെയൊന്നുമല്ല സാർ, ഞാൻ ഈ സാർ എന്നും പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ സാറിനോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും CCTV ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നീയാണോ ഇവളാണോ കുറ്റക്കാരി എന്ന്. ആ സമയത്താണ് ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഹലോ സാർ. ശരി സാർ, ഓക്കെ സാർ, ഓക്കെ ചെയ്യാം. ഓക്കെ സാർ. ഇതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എടോ, തനിക്ക് ഭാഗ്യമില്ലല്ലോടോ. എന്താ സാർ? എടോ, തന്നെ സസ്പെൻഡ് ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. എന്നെ സസ്പെൻഡ് ചെയ്യാനോ? അതെ, താൻ ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയതെന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പരാതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് പരാതി തന്നിരിക്കുന്നത് എന്ന് അറിയോ? മൂർത്തി ജ്വല്ലറിലെ ഉടമ മൂർത്തി സാർ. അദ്ദേഹം മുകളിലേക്കാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തന്നെ സസ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ലെറ്റർ റെഡിയാക്കി തരാം. ഇവിടുന്ന് പോകാനുള്ള പണിയെടുത്തോ? സാർ, ഞാൻ എങ്ങോട്ട് പോകാനാ സാർ? എൻ്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ട്. ഒരിക്കലുമില്ല. മൂർത്തി സാറിനെ പോലുള്ള ഒരാൾ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം കാണും. ഞാൻ പിന്നെ ഇന്നും ഇന്നലെ ഒന്നും നിന്നെ കാണാൻ തുടങ്ങിയതല്ലോ. താൻ ഒരുപാട് സസ്പെൻഷൻ വാങ്ങിയിട്ടുള്ളതല്ലേ. പിന്നെ ഈ ചോദ്യം ചെയ്യൽ അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. കുട്ടി ധൈര്യമായിട്ടിരിക്കൂ, പോയിക്കോളൂ. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പുതിയ ട്രെയിനർ നിയമിക്കാം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ശരി സാർ, അതൊന്നും മനസ്സിൽ വെച്ച് നിൽക്കരുത് കേട്ടോ. ശരി സാർ, ഓക്കെ. അങ്ങനെ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇനി ഒരു കിടലൻ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.